നമസ്കാരം, എല്ലാവർക്കും ഗ്രാവിറ്റി ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിസ്റ്റർ രാകേഷിന് വേണ്ടി ആലപ്പുഴ രാമങ്കരിയിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ എലഗൻ്റ് ഡിസൈനിൽ നിർമ്മിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. 1550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് രീതിയിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കായൽ തീരത്ത് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും ഇൻട്രസ്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തുകൊണ്ടാണ് എലിവേഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശമായതിനാൽ തന്നെ പില്ലർ 5 അടി ഉയർത്തി 4 സൈഡും കവർ ചെയ്താണ് ഈ വീട് നിർമ്മിക്കുന്നത്. സിറ്റൗട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വാട്ടർ ബോഡിയാണ്. ഇത് സിറ്റൗട്ടിനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. മിനിമം സ്പേസിലുള്ള ഒരു ലിവിംഗ് ഏരിയ ആണിത്. 3+1 സോഫ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റും ലിവിംഗ് ഏരിയയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈവ് പ്ലാന്റും ഫ്രെയിംഡ് പിക്ചറുമെല്ലാം ലിവിംഗ് ഏരിയ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് കളർ വാൾ കൊടുത്തുകൊണ്ടാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ്ങും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഫുൾ വുഡൻ ഫിനിഷിൽ വരുന്ന ഡൈനിങ് ടേബിളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 ചെയറും ഒരു ബെഞ്ചുമാണ് സീറ്റിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ തന്നെ വാഷ് ഏരിയയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ കിച്ചനാണ് ഈ വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡിൽ അക്രിലിക് ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് കിച്ചൺ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂം വീതമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10x12 സൈസാണ് ഈ റൂമിനുള്ളത്. ഒരു വാല് ടെക്സ്ചർ വർക്ക് ചെയ്ത് മനോഹരമായ മെറ്റൽ ആർട്ട് കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. 2 സൈഡ് ടേബിളോട് കൂടിയ ബെഡാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ബേ വിൻഡോയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറൈൻ പ്ലൈ ലാമിനേറ്റ് ഫിനിഷിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 12x10 സൈസാണ് രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളത്. ആദ്യത്തേതുപോലെ തന്നെ റൂമിന്റെ ഒരു വാല ടെക്സ്ചർ വർക്ക് ചെയ്ത് പിക്ചർ ഫ്രെയിം കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോട്ടും 2 സൈഡ് ടേബിളും ഈ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിളിന്റെ മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിനിമം സ്പേസിലാണ് സ്റ്റെയർ ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ ഒരു ചെറിയ കോർട്ട്യാർഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ത്രെഡ് വുഡൻ ഫിനിഷിലും ഹാൻഡ് റെയില് വുഡൻ പ്ലസ് MS ട്യൂബിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുന്നത് വിശാലമായ അപ്പർ ലിവിംഗിലേക്കാണ്. ഈ ഭാഗത്ത് 3 സീറ്റഡ് സോഫയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ആദ്യത്തേതിന് സമാനമായ രീതിയിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഒരു ഓപ്പൺ ബാൽക്കണിയും ഈ വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മനോഹരമായ സീറ്റിങ്ങും ലൈവ് പ്ലാന്റും കൊടുത്തുകൊണ്ടാണ് ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ഹോം ടൂർ വീഡിയോ ഇഷ്ടമായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും അഭിപ്രായവും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം ഗ്രാവിറ്റി ടീം.